മാധ്യമപ്രവർത്തകരെ പുറത്താക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ കടന്നുപോയതിന് പിന്നാലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. നേരത്തെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല. ആ ബൈറ്റ് എടുക്കാൻ വരുമ്പോൾ ആ ബൈറ്റ് എടുക്കുന്ന ആൾക്കാരും അതല്ലെങ്കിൽ അവരും അതിന് തയ്യാറായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഓൺലൈൻ കമ്മീഷനൊക്കെ എടുത്തിട്ടൊക്കെയാലും വരിക. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉള്ള ഗൺമാനാണ് പറഞ്ഞത് ഇത്രയും മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ വരുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഗൺമാൻ പറഞ്ഞത് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ അകത്ത് നിന്ന് ബൈറ്റ് എടുക്കരുതെന്നാണ് പറഞ്ഞത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, സുരേഷ് ഗോപി പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണോ മാധ്യമങ്ങളോട് പുറത്തുപോകാൻ പറഞ്ഞത്? സുജയ, രാവിലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൗസിലെത്തുന്നത്. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആക്രോശിച്ച സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തോട് പ്രതികരണം മാധ്യമങ്ങൾ തേടുന്നത്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാതെ കയറിപ്പോവുകയും ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇവിടെ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ വന്നാലോ മറ്റെന്ത് സംഭവവുമായി ബന്ധപ്പെട്ടായെങ്കിലും വ്യക്തികളുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന സ്ഥലം തന്നെയാണ് എറണാകുളം ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് തന്നെയാണ് മാധ്യമപ്രവർത്തകർ തുടർന്നത്. ആ ഘട്ടത്തിലാണ് ഗസ്റ്റ് ഹൗസ് ജീവനക്കാർ വന്ന് മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്ന് അറിയിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ നിന്നും പറയുന്നത് ഇത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശമാണ്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് അവർ പറയുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞ കാര്യം ഗൺമാനാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്ന കാര്യം അറിയിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ കൂടി നിൽക്കാൻ പാടില്ല, അതിനോട് ചോദ്യം ചോദിക്കാൻ ഇനി ആരും അവിടെ ഉണ്ടാകരുത് ഇറങ്ങി വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ നിന്നും മാറേണ്ടതുണ്ട്. മാറിയില്ല എങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്നും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഈ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് അറിയിപ്പ് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു അസാധാരണ സംഭവമാണ്. സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർ ഇവിടെ വെച്ച് തന്നെയാണ് ആളുകളുടെ ബൈറ്റ് എടുക്കുന്നത്. എപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോൾ നമ്മൾ വന്നു നിൽക്കുന്ന സ്ഥലം തന്നെയാണ് എറണാകുളം ഗസ്റ്റ് ഹൗസ്. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതും ഇത്തരത്തിലൊരു നിർദ്ദേശം ലഭിക്കുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയന്റെ ജില്ലാ നേതൃത്വം ഇവിടെ എത്തുകയും ഈ ഗസ്റ്റ് ഹൗസിന്റെ ജീവനക്കാരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായല്ല ഇത്തരത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിൽ പ്രകോപനപരമായി പെരുമാറുന്നത്. ചോദ്യങ്ങളോട് ഉത്തരമില്ലാതാകുമ്പോൾ പ്രകോപനപരമാകുന്നതും മറ്റെന്തൊക്കെയോ സംസാരിച്ച് കടന്നു കളയുന്നതുമാണ് സാധാരണഗതിയിൽ മന്ത്രിയുടെ രീതി. ഇന്ന് രാവിലെ എന്തായാലും അദ്ദേഹം നിശബ്ദനായിരുന്നു. കഴിഞ്ഞ ദിവസത്തേതുപോലെയുള്ള മറുപടികളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡയലോഗുകളോ സിനിമാ സംഭാഷണങ്ങളോ ഒന്നും ഇന്നുണ്ടായില്ല എങ്കിലും ഇന്ന് അദ്ദേഹം നിശബ്ദനായി കടന്നുപോയി. പക്ഷേ അതിനുശേഷമാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർ ഗസ്റ്റ് ഹൗസിൽ തുടരരുത്, പ്രതികരണം എടുക്കാൻ വന്നതാണ്, മന്ത്രിയുടെ പ്രതികരണം എടുക്കാൻ വന്ന മന്ത്രി പ്രതികരിക്കാനുമില്ല എന്നതുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ അവിടെ കാത്തു നിൽക്കേണ്ടതില്ല, പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുകയുമാണ്.